ഹായ് ഫ്രണ്ട്സ്, കടലക്കറിയിൽ പല പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ ഇതുപോലൊന്ന് കടലക്കറി ഒന്ന് തയ്യാറാക്കി നോക്കിയേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കടലക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. എപ്പോഴും നമ്മുടെ മലയാളികൾക്ക് നാടൻ രീതിയിൽ തയ്യാറാക്കാനാണ് ഇഷ്ടം അല്ലേ. അപ്പോൾ നമുക്കിതൊരു നാടൻ രീതിയിൽ നമ്മൾ കടലക്കറി തയ്യാറാക്കുവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റാനുള്ള എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളി ഇഞ്ചിയും കൂടി ചേർത്തോളൂ. ഇത് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമ്മുടെ ഉള്ളിയൊന്ന് വഴണ്ടി വരണം. വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു കപ്പ് ഒരു 200 ഗ്രാം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. കുറച്ച് 200 ഗ്രാം പോലും ഇല്ല, ഒരു 100-150 ഗ്രാം മതി നമുക്ക്. തേങ്ങ ചിരകിയതോ, നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് വരട്ടെ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ളൊരു കുക്കർ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്ത ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് മൊത്തം ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മറ്റേ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുക്കുന്നതിനകത്ത്. പിന്നെ ബാക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും തക്കാളി കിഴങ്ങ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴണ്ടിയിട്ട് നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഈ കിഴങ്ങ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്കൊരു കുറുകൽ വരാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ നല്ല കുറുകി കിട്ടും. അതിന് വേണ്ടിയാണ് കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് നമ്മുടെ കടല കുതിർത്ത് വെച്ചതാണ്, തലേദിവസം കുതിർത്ത് വെച്ചതാണ്. അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ നമ്മുടെ മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം നല്ലതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കറക്റ്റ് ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ 3 വിസിൽ നമ്മുടെ കടല വേവാനുള്ള ഒരിത് മാത്രം മതി കേട്ടോ. എനിക്കിവിടെ ഒരു 3 വിസിൽ ആയപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ആ വിസിലിൻ്റെ ഇതൊക്കെ എയറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിവിടെ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ ഒട്ടും ഇതായി പോയിട്ടില്ല. നമ്മുടെ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കിഴങ്ങിട്ടിരിക്കുന്ന ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഉടച്ച് കൊടുക്കുമ്പോൾ നമുക്കത് നല്ലതുപോലെ കുറുകി വരും നമ്മുടെ കറി. ഇപ്പം തന്നെ നല്ലപോലെ കുറുകിയാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നാലും നമ്മുടെ കറി ഒന്നുകൂടെ കുറുകി വരാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളമൊക്കെ ചേർത്താലും നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ FB പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.